ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മോമോസ് ആണ്. ഞാൻ സ്റ്റീമും ചെയ്യുന്നുണ്ട്, ഫ്രൈയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോയിൽ ആകെ സ്റ്റീം ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫ്രൈ ചെയ്യുന്ന നോർമലി നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മൂന്ന് കപ്പെന്ന് പറയുമ്പോൾ കുറച്ചധികം മോമോസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളതനുസരിച്ച് ഇപ്പോൾ 1.5 കപ്പാണെങ്കിൽ അതുപോലെ ചെയ്താലും മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഫുള്ളും വേണ്ടി വന്നില്ല. നമുക്കിത് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു രീതിയിലോട്ട് ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഞാനൊരു നനഞ്ഞ തുണി വെക്കാണ്. നമ്മളിതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 or 2 hours നമുക്ക് വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ വെക്കുന്നുള്ളൂ. ക്ലോസ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ഇത് 1 മണിക്കൂർ സമയമുണ്ടല്ലോ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കണേ. അത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തതാണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി കുറച്ച് പച്ചമുളക്. ഇനി ആഡ് ചെയ്യേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ജിഞ്ചർ ഗാർലിക്കൊക്കെ എല്ലായിടത്തും എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു മിക്സ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് കുരുമുളക് പൊടിയാണ്. ആകെ കൂടി നമ്മളിടുന്നത് ഈ ഒരു കുരുമുളക് പൊടി മാത്രമാണ്. അപ്പോൾ കുറച്ചധികം ഇട്ടാലും ഒരുപാട് ഇടണ്ട, എന്നാലും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഇടാം. പൊതുവെ ഇതൊരു എരിവ് ഡിഷല്ലല്ലോ, അപ്പോൾ നമ്മളതനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതിനകത്തോട് ആഡ് ചെയ്യാനുള്ളത് സോയ സോസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബീഫിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഉപ്പാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും സോയാ സോസും എല്ലാം കുരുമുളകും ഒക്കെ നമ്മുടെ ബീഫിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് കോക്കനട്ട് ഓയിലാണ്. അതുകൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആകാം. ചിക്കനാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾ ഈ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി ഫില്ലിങ്ങിന്. ഇപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ ഈ മാവ് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയാം. നേരത്തെ കാണിച്ചപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിരുന്നില്ല. അധികം സോഫ്റ്റ് അല്ലെങ്കിലും ആകും. ഇത് നമ്മൾ പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ടാണ് പരത്തുന്നത്. എനിക്ക് പരത്താൻ അത്ര വശമില്ലാത്തതുകൊണ്ട് അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ നീളത്തിൽ ഇത് പരത്തി ഇത് 2 ആക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണം എടുത്ത് കുറച്ചും കൂടി നേരിയതായിട്ട് പരത്തും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഡിവൈഡ് ചെയ്തതിൽ ഒരെണ്ണമാണിത്. അത് കുറച്ച് നേരിയതായിട്ട് പരത്തിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത്. ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പൊടി ഇടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളാണ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇട്ട് നല്ലപോലെ റൗണ്ടായിട്ട് പരത്തിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു പാത്രം വെച്ച് അത് റൗണ്ടാക്കി എടുത്താലും മതി. ഇപ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇനി ഇത് നമ്മളെങ്ങനെയാണ് മോമോസിന് ഷേപ്പ് ആക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ ഈ നൈസായിട്ട് പരത്തിയ മൈദമാവിലോട്ട് സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തൂവാണ്. കാരണം നമ്മളിത് മടക്കി അച്ഛൻ ഫോൾഡ് ചെയ്തെടുക്കും. അപ്പോൾ അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാരി പ്ലീറ്റ്സൊക്കെ എടുക്കുന്ന പോലെ ഈ സൈഡ് നമുക്ക് മടക്കി എടുക്കാം. വെള്ളം നമ്മൾ ഈ സൈഡിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് ഒട്ടിക്കോളും. ഇത് അറ്റം വരെ നമ്മളിങ്ങനെ മടക്കി കൊണ്ടുവരണം.
ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ നടുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ മോമോസിൻ്റെ ഷേപ്പ് കിട്ടും. ഏകദേശം ഇങ്ങനെയൊക്കെ കിട്ടും. ഇതുപോലെ ഞാൻ തയ്യാറാക്കി വെച്ചതാണിത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലിയുടെ സ്റ്റീമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തു. പേടിക്കേണ്ട, ഇത്രയും എണ്ണ ഒഴിച്ചെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ഇഡ്ഡലി തട്ട് കൂടി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സസ് വന്നത് ഇതിലൊഴിച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ മോമോസ് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി സ്റ്റീമറിൽ ചെയ്യുന്നത്. നല്ലപോലെ ഓയിൽ എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം, തടവി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റീം ചെയ്യാനായിട്ടുള്ള മോമോസ് എല്ലാം ഓരോ ഇഡ്ഡലിയുടെ ഓരോ തട്ടിലും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മോമോസ് എല്ലാം വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും 20 മിനിറ്റ് ആവില്ല, അതിന് മുന്നിൽ തന്നെ ആയിക്കോളും. ഈ സെയിം മോമോസ് തന്നെ കുറച്ച് പകുതി ഞാൻ മാറ്റി വെച്ച് അത് ഫ്രൈ കൂടി ചെയ്തിരുന്നു. അപ്പോൾ അതേ നമ്മുടെ സ്റ്റീം മോമോസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത മോമോസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മോമോസ് ചട്നിയുടെ റെസിപ്പീസ് ആരെങ്കിലും കാണാണ്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുകൂടി ഒന്ന് കാണണം. എല്ലാവരും മോമോസ് ചട്നിയും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. എല്ലാവർക്കും നന്ദി.